ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഡ്രാമയുടെ പേര് ബോൺ അപ്പറ്റി യുവർ മാജസ്റ്റി. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മുടെ ഹീറോയിൻ എങ്ങനെയാണ് രാജാവിന്റെ കാലഘട്ടത്തിൽ ചെന്ന് പെടുന്നതെന്ന് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഇവളുടെ പേര് യോൺജിയോങ്. അവളുടെ ആഗ്രഹം ഒരു ഫേമസ് ആയിട്ടുള്ള ചെഫ് ആകാനായിരുന്നു. അങ്ങനെ അതിനുവേണ്ടി ഇവൾ ഫ്രാൻസിലൊക്കെ ചെന്ന് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുമ്പോഴാണ് അവസാനം ഇവൾക്ക് തന്നെ ആ വിജയം കിട്ടും. അങ്ങനെ സന്തോഷത്തിരിക്കുന്ന അവള് 5 സ്റ്റാർ ഹോട്ടലിലെ ചെഫൊക്കെ ആയി ഇനി ജീവിതം അടിച്ചു പൊളിക്കാന്ന് പറഞ്ഞ് അവൾ ആഗ്രഹിച്ചിരിക്കുമ്പോൾ ഇവൾ തിരിച്ച് വീട്ടിൽ പോകുന്ന വഴിക്കായിരിക്കും സൂര്യഗ്രഹണം നടക്കുന്നത്. അങ്ങനെ ആ സമയത്ത് ഇവളുടെ അടുത്തുള്ള ആളും വീഡിയോ എടുക്കണം എന്നറിഞ്ഞ് അറിയാതെ ഇവളുടെ ദേഹത്ത് ഫുള്ളും കോഫി ഒഴിക്കുമ്പോൾ അവളാണ് ഡ്രസ്സ് നനഞ്ഞു പോരെന്നറിഞ്ഞ് അവളുടെ അച്ഛൻ കൊണ്ടുവരാൻ പറഞ്ഞ ഒരു ഹിസ്റ്ററി ബുക്കും കൂടെ നനഞ്ഞുപോയിരിക്കുന്നതാണ്. അതുകൊണ്ട് അവൾ അതെടുത്തോണ്ട് വാഷ്റൂമിലേക്ക് ചെന്നിട്ട് ഈ കോഫിയുടെ നനവൊക്കെ പോകുമെന്നറിഞ്ഞ് അവൾ ഇവിടെ മൊത്തത്തിൽ പേടിച്ചിരിക്കുമ്പോൾ ഇവൾ അതിനകത്ത് എഴുതിയിട്ടേക്കുന്നൊക്കെ ചുമ്മാ ഇങ്ങനെ വായിച്ചു വെക്കും. അപ്പോഴാണ് ഫ്രണ്ട് പേജിനകത്ത് ഇതൊരു ദിവസം നീ വായിക്കുവാണ് എന്റെ അടുത്തേക്ക് വന്നു തരണം എന്നറിഞ്ഞ് ആ ബുക്കിനകത്ത് ഇങ്ങനെ എഴുതിയിട്ടേക്കും. അങ്ങനെ അത് വായിച്ച് അടുത്ത സെക്കൻഡ് തന്നെ ഇവൾക്ക് എന്തോ സംഭവിക്കുന്നല്ലോ അറിയാതെ ഇവള് പെടുന്ന ടൈം ട്രാവലായി ആ ബുക്ക് പറഞ്ഞ പോലെ തന്നെ ഈ കഥ നടന്ന കാലഘട്ടത്തിലേക്ക് പോകും. അങ്ങനെ അവൾ ആ ബുക്കുമായിട്ട് തന്നെ രാജാവിന്റെ കാലഘട്ടത്തിൽ ഒന്ന് പെട്ടുകിടക്കുമ്പം അപ്പോഴാണ് ഈ രാജ്യത്തിന്റെ കിങ് ആയിട്ടുള്ള ഹീഗുനെ നമുക്ക് കാണിക്കുന്നത്. അങ്ങനെ അവൻ പുറത്ത് ഹണ്ടിങ്ങിന് വന്നേക്കുമ്പോഴാണ് അതേസമയം ഇവന്റെ അമ്മയ്ക്ക് നടന്ന ദുരോഗമൊക്കെ അവൻ ഒരു സെക്കൻഡ് ഇങ്ങനെ ഓർത്ത് വെക്കും. അങ്ങനെ ആ വിഷമത്തിൽ തന്നെ അവൻ അമ്പ ചെയ്ത് ആ മാനിനെ കൊല്ലുമ്പം കൊട്ടാരത്തിൽ പാചകം ചെയ്യുന്നവരുടെ ചീഫാണ് കഴിഞ്ഞ തവണ രാജാവിനെ കുറെ ആൾക്കാർ കൊല്ലാൻ നോക്കിയതുകൊണ്ട് നേരത്തെ തന്നെ ഈ തവണ കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി അങ്ങേര് കെഞ്ചിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കേൾക്കുന്ന അവനാണ് ആൾക്കാരെ കണ്ട് അവൻ എന്തിനെ പേടിച്ചോണെന്നറിഞ്ഞ് അവൻ പകുതിക്ക് വെച്ചൊന്നും ഹണ്ടിങ് നിർത്തത്തില്ലെന്നറിയും. ഇതേസമയം കൊട്ടാരത്തിൽ രാജാവില്ലാത്തോണ്ട് അവന്റെ അമ്മൂമ്മയും ഈ സമയത്ത് രാജാവ് എവിടെ പോയെന്നറിഞ്ഞ് അവര് ഭയങ്കര ദേഷ്യത്തിലായിരിക്കും ഇരിക്കുന്നത്. അങ്ങനെ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ദിവസത്തിൽ രാജാവ് കൊട്ടാരത്തിൽ വരാതെ പുറത്ത് ഹണ്ടിങ്ങിന് പോയേക്കോണെന്നറിഞ്ഞ് അവിടെ ഉള്ളവരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇതേസമയം കിങ് ആയിട്ടുള്ള അവനും ഇന്നത്തെ ആചാരങ്ങളെല്ലാം മറന്നിട്ട് അവൻ സമാധാനത്തിൽ സൂര്യഗ്രഹണത്തിന്റെ അന്ന് തന്നെ ഇങ്ങനെയൊക്കെ പുറത്തിറങ്ങിയാൽ അവന് സന്തോഷമുള്ളെന്നറിയും. അപ്പോഴാണ് അവന്റെ സെക്രട്ടറിയും ഒരേ ആചാരങ്ങളൊന്നും അനുസരിച്ച് നടന്നില്ല, സ്വർഗവാസികൾക്ക് ദേഷ്യം വന്ന് രാജാവിനെ അന്വേഷിച്ച് ഗിന്നും പറഞ്ഞൊരു പ്രേതം വരും എന്നറിയും. അങ്ങനെ ഇത് കേൾക്കുന്ന അവനെ അതൊന്നും വിശ്വാസമില്ലെന്നറിയും. അപ്പോഴാണ് ഇവിടെ ടൈം ട്രാവൽ ചെയ്തു വന്ന ജിയോങ്ങിനെ കാണിക്കുന്നത്. അങ്ങനെ അവൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവൾക്ക് നടന്നേക്ക് ഓർമ്മ വരും എയറോപ്ലെയിനിലുള്ള ടോയ്ലറ്റ് ഇരുന്ന് എങ്ങനെ ഇവൾ ഇങ്ങോട്ടേക്ക് വന്നേന്ന്. അങ്ങനെ മൊബൈലൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ ഒട്ടും തന്നെ റേഞ്ച് കാണത്തില്ല. കാരണം ഈ കാലഘട്ടത്തിൽ മൊബൈൽ ഫോൺ പോലും ഇല്ല. അതുകൊണ്ട് തന്നെ അവളും പേടിച്ച് ഈ ട്രാപ്പിൽ നിന്ന് ആരിലൊക്കെ രക്ഷപ്പെടുത്തണെന്ന് പറഞ്ഞ് അവൾ ശബ്ദം ഉണ്ടാക്കുമ്പോൾ അതേസമയം ഇവിടെ ഹീഗുനാണ് പെട്ടെന്നൊരു ഫോക്സിനെ കണ്ടുമുട്ടും. അതോടെ അവന് കുതിരെടുത്തോണ്ട് അവൻ ഒറ്റയ്ക്ക് അതിനെ കൊല്ലാൻ വേണ്ടി പോകും. അങ്ങനെ ആ ഫോക്സ് നേരെ ഇവളുടെ അടുത്തേക്ക് വരുമ്പോഴാണ് അവന് ഇത് അമ്പ് കാരണം ഇവൾ ആ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടും. പക്ഷെ പിന്നീടും അമ്പ് ഇവളെ നോക്കി വരുന്നുണ്ട്. ആ നരി അങ്ങോട്ടേക്ക് പോയെന്നറിഞ്ഞ് ഇവള് പേടിച്ച് പതുങ്ങിയൊക്കെ ഇരിക്കുമ്പം അവിടേക്ക് വരുന്ന ഹീഗുനാണ് ഇവളെ കണ്ടിട്ട് സംശയം വരുമെന്നറിഞ്ഞ് അവളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകും. അതോടെ അവള് പേടിച്ചിട്ട് ഇവന്റെ അടുത്ത് നിന്ന് അപ്പം തന്നെ രക്ഷപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കും. അതിനേശം അവൻ ഇവളുടെ പുറകെ തന്നെ വരുമ്പോഴാണ് ഇവൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേറെ വഴിയൊന്നും കാണത്തില്ല. അതുകൊണ്ട് കൈയിരുന്ന് കുറച്ച് വെപ്പൺസ് ഒക്കെ എടുത്ത് അവനെ പേടിപ്പിക്കാൻ നോക്കുമ്പം അവൾക്കാണ് ഇവനെ കണ്ട് നാടകത്തെ ആക്ട് ചെയ്യുന്ന വല്ലവരെന്ന അവൾ വിചാരിക്കുന്നത്. കാരണം അവൾ ഇപ്പൊ എവിടെയാണുള്ളതെന്ന് അവൾക്കോലും അറിയത്തില്ല. അതുകൊണ്ട് ഇവളും പേടിച്ചൊക്കെ ആ ഫോക്സ് അങ്ങോട്ടേക്ക് പോയ കാര്യം ഇവൾ പറഞ്ഞ് കേട്ടില്ലെന്ന് ചോദിക്കുമ്പോൾ അവനാണ് എല്ലാം കേട്ടിട്ട് തന്നെ ഇവളെ നോക്കി അമ്പ ചെയ്തെന്ന് പറയും. അതുകൊണ്ട് ഇവളെ വീണ്ടും കൊല്ലാൻ വേണ്ടി വരുമ്പം അവളുടെ ഇരിക്കുന്ന ഷോക്ക് കൊടുക്കുന്ന ഗണ്ണാന്ന് പറഞ്ഞ് ഇവനെ പേടിപ്പിച്ചൊക്കെ നോക്കും. അപ്പോഴാണ് അത് കാണുന്ന അവനാണ് ഒരുപക്ഷെ ഇതാണ് ആ ഗിന്യു പ്രേതം എന്ന് പറഞ്ഞ് അവന് സംശയത്തി ഇവള് മനുഷ്യയാണോ പ്രേതമാണോ ചോദിക്കും. അപ്പോഴാണ് അവള് സാധാരണ ഒരു മനുഷ്യന്ന് പറഞ്ഞ് ഇവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുമ്പം അവനാണ് ഇങ്ങനെ ഒരു ഗെറ്റപ്പ് വന്നിട്ട് നീ ആരെ പറ്റിക്കാൻ നോക്കുന്ന ഗിന്യു പ്രേതം എന്ന് പറഞ്ഞ് ഇവളുടെ അവസ്ഥയെ കണ്ടിട്ട് അവന് ചിരി വരുവാന്ന് പറയുമ്പം ഇത് കേട്ട് അവളും ദേഷ്യത്തി ആഹാ നിനക്ക് എന്നെ കണ്ടിട്ട് ചിരി വരുന്നോ? നിന്നെ കണ്ടാൽ ആൾക്കാർ വട്ടുകേസ് എന്ന് പറയുന്നത്. നീ വല്ല ഷൂട്ടിങ്ങിന് വന്നിട്ട് ഈ കാട്ടി പെട്ടുപോയതാണോ? എന്തുവാ സിനിമയാണോ അല്ല ഡ്രാമയാണോ എന്ന് അവള് ചോദിക്കുമ്പം ഇത് കേൾക്കുന്ന അവനും ഇവൾ എന്തൊക്കെയാ പറയുന്നതെന്ന് പറഞ്ഞ് അവനൊരു വാക്ക് മനസ്സിലായില്ലെന്ന് പറയും. അതുകൊണ്ട് വീണ്ടും ഇവളെ കൊല്ലാൻ വേണ്ടി നോക്കുമ്പം ജസ്റ്റ് മിസ്സിന് അവളുടെ ഇരിക്കുന്ന ബാഗായിരിക്കും തെറിച്ചു വന്നത്. എന്നിട്ട് അവളാണ് പേടിച്ച് സത്യത്തി ഇവൻ കൊല്ലാനാണോ നോക്കുന്നതെന്ന് പറഞ്ഞ് അവൾ ഇറങ്ങി വന്ന് ഇവൻ ചത്തെന്നറിഞ്ഞ് അവളുടെ ബ്ലാക്ക് ബെൽറ്റിന്റെ സ്കിൽസ് കാണിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ കണ്ട് ആ വീണ്ടും അമ്പെടുത്ത് ഇവളെ കൊല്ലാൻ നോക്കുമ്പം ഇവന്റെ കയ്യിലാണ് ബാക്കിയൊന്നും കാണത്തില്ല. അത് കണ്ട് അവളാണ് ചിരിച്ചിട്ട് ഇനി വാ മോനെ നമുക്ക് പോലീസിന്റെ അടുത്ത് പോകാന്ന് പറഞ്ഞ് ഇവൾ ഇപ്പൊ തന്നെ ഇവളുടെ അങ്കിൾ ലോയറിനേക്ക് വിളിക്കാൻ പോകാന്ന് പറയും. അപ്പോഴാണ് അവന്റെ ഇരിക്കുന്ന വാളുമായിട്ട് ഇവളുടെ അടുത്തേക്ക് വന്നിട്ട് ഇവളുടെ അങ്കിൾ വന്നാലും ആര് വന്നാലും ഒരു സീനില്ലെന്ന് പറഞ്ഞ് എല്ലാവരുടെ തലയും ഇവൻ ഇപ്പൊ തന്നെ വെട്ടിക്കളയാൻ പോകാന്നറിയും. അതോടെ ഇവള് പേടിച്ച് ഇവളുടെ ആയിരിക്കുന്ന സ്റ്റൺ ഗണ്ണും കൊണ്ട് അവൾ ഷോക്ക് കൊടുക്കുമ്പം അവനാണെ ഒന്നും പറ്റത്തില്ല. അതുകൊണ്ട് അടുത്ത സെക്കൻഡ് അവനെ തട്ടിക്കളഞ്ഞിട്ട് ഇപ്പൊ ഇവളുടെ ധൈര്യമൊക്കെ എവിടെ പോയെന്നറിഞ്ഞ് അവൻ പേടിപ്പിക്കുമ്പം അവളാണെ ഉള്ള എല്ലാ ദൈവത്തിനും വിളിച്ച് തിരിച്ച് ഇവളെ പ്ലെയിനിൽ തന്നെ കൊണ്ടുപോകാൻ പറയും. അപ്പോഴാണ് അവനും ദൈവത്തിന്റെ അടുത്തേക്ക് അവൻ കൊണ്ടുപോകാന്നറിഞ്ഞ് ഇവളുടെ തല വെട്ടിക്കളയാൻ വേണ്ടി പോകുമ്പോഴാണ് പുറയുന്ന ഒരുത്തൻ ഇവനെ നോക്കി അങ്ങ് അമ്പ് ഇടും. അങ്ങനെ ആ സ്പോട്ടിൽ അവൻ അപ്പം തന്നെ ബോധമില്ലാതെ ഇവൾക്ക് നേരെ വീണ് രണ്ടുപേരും ആ മലയിൽ നിന്ന് താഴേക്ക് അങ്ങ് വീഴും. എന്നിട്ടാണ്
ഇവളാണ് രാജാവിനെ അന്വേഷിച്ച് അവന്റെ ആൾക്കാരൊക്കെ അവിടേക്ക് വരുന്നത്. പക്ഷെ ഇവരാരും തന്നെ അവൻ എവിടാന്ന് കണ്ടെത്തത്തില്ല. അതിനുശേഷം മലയിന്ന് മുകളിലേക്ക് വീണ് ഇവരാണ് ഭാഗ്യവശ അവിടെയുള്ള നദിക്കകത്താണ് വീഴുന്നത്. അതുകൊണ്ട് ആദ്യ ബോധം വന്ന് ഇവളും ഇവന്റെ ദേഹത്ത് അമ്പിരിക്കുന്നുണ്ട്. സത്യത്തിൽ ഇവനെ കൊല്ലാണോ ദൈവമേ നോക്കിയെന്ന് പറഞ്ഞ് അവള് മൊത്തത്തിൽ പേടിച്ചു. അതുകൊണ്ട് അവൾ ആദ്യം ചോര നിർത്താൻ വേണ്ടി അവളുടെ അരികെ തുണിയും കൊണ്ട് അവന്റെ മുറിവിനകത്ത് ഇങ്ങനെ കെട്ടിവെക്കും. എന്നിട്ട് ഇവളുടെ ഫോണും ആ ബാഗിനകത്തായി പോയതുകൊണ്ട് ഇവന്റെ വല്ല ഫോണുണ്ടെന്ന് പറഞ്ഞ ആൾ തപ്പിക്കൊണ്ടിരിക്കുമ്പം അവനാണ് ബോധം വന്നിട്ട് ഇവൾ ഈ കത്തിയാണ് അന്വേഷിക്കുന്നതെന്ന് പറഞ്ഞ് പെട്ടെന്ന് അവളെ പേടിപ്പിക്കും. അതുകൊണ്ട് അവളാണ് കത്തിയും കോപ്പൊന്നുമില്ല ഫോൺ അന്വേഷിച്ചെന്ന് പറഞ്ഞ് ഇവനോട് ആ കാര്യമൊക്കെ പറയുമ്പം അവന്റെ തല അതൊന്നും കയറാതെ ഇവൾ വീണ്ടും ഇങ്ങനെ ഓരോ ഡയലോഗും പറഞ്ഞ് പറയുന്ന ഇവർ ആൾക്കാർ യൂസ് ചെയ്ത് കൊല്ലാൻ നോക്കുവാണെന്ന് പറഞ്ഞ് അവനും ദേഷ്യപ്പെടുമ്പം അവളും കൊല്ലാൻ നോക്കുവാണ് എന്തിനാ ഇവന്റെ മുറിവിനൊക്കെ ഇങ്ങനെ കെട്ടിട്ടേക്കുന്നതെന്ന് അവനെ പറഞ്ഞ് മനസ്സിലാക്കും. പക്ഷെ ഇതൊന്നും അവന് വിശ്വസിക്കാതെ കൊല്ലാൻ നോക്കുന്നില്ലെങ്കിൽ എന്നെ ജീവനോട് എങ്ങോട്ടേ കൊണ്ടുപോകാൻ നോക്കിയേ, നിങ്ങളുടെ ടീംസ് ഒക്കെ എവിടാന്ന് പറ, ഒറ്റൊരുത്തിന് ഞാൻ വെറുതെ എടുത്തില്ല എന്നിന് അവനും ഇവളെ കുത്തി കൊല്ലാൻ നോക്കുമ്പം അവൾ പേടിച്ച് അവന്റെ കത്തി എടുത്തോണ്ട് അവളുടെ നിന്ന് രക്ഷപ്പെട്ട് പോകാൻ നോക്കും. അപ്പോഴാണ് അവനും രാജാവ പറയുന്ന അവിടെ നിൽക്കുന്ന ഇവളെ ഓർഡർ ചെയ്യുമ്പം ഇത് കേട്ട് അവൾക്കാണ് ചിരി വന്നിട്ട് ആര് നീയാണ് രാജാവെന്ന് പറഞ്ഞ് അവനിട്ട് കളിയായിക്കൊണ്ടിരിക്കും. ഇത് കേട്ട് അവനാണ് ഭയങ്കര ദേഷ്യം വന്ന് പറയുന്ന അവളെ തടഞ്ഞു നിർത്താൻ നോക്കുമ്പം ഇവൾ ആ കത്തിയും കൊണ്ട് കുറെ പാചകം ചെയ്യുന്ന സ്കിൽസും കാണിക്കും. പക്ഷെ ഇത് കാണുന്ന അവനാണ് ഇവൾക്ക് കുറെ ഫൈറ്റിംഗ് സ്കിൽസ് ഒക്കെ അറിയാന്ന് പറഞ്ഞ് അവൻ ഇംപ്രസ് ആയിരിക്കുമ്പം അവൾ സത്യത്തിൽ അവിടെ നിന്ന് ഉല്ലി അറിഞ്ഞുകൊണ്ടിരിക്കുക. അതറിയാതെ ഇവനും ഇവനെ കൊല്ലാൻ വേണ്ടി അവൾ നോക്കുമെന്ന് പറഞ്ഞ് പെട്ടെന്ന് അവളെ പിടിച്ച് തറയിലാക്കിയിട്ട് ഇന്ന് ഈ ഗിന്നു പ്രേതത്തിന് അവൻ വെറുതെ വിടത്തില്ലെന്നറിയും. ഇത് കേട്ട് അവൾക്ക് ദേഷ്യം വന്ന് ഇവളൊന്നും പ്രേതമൊന്നല്ല അവളൊരു ചെഫാന്നറിയും. അങ്ങനെ അവർ തമ്മിലുള്ള തർക്കത്തി ആ കത്തി പറഞ്ഞ് ദൂരെ ചെന്ന് വീഴുമ്പം ആ സമയത്ത് ഇവർ രണ്ടിനെ അത് എടുക്കാൻ വേണ്ടി പോകുമ്പോഴാണ് അറിയാതെ അവളുടെ തലയിടിച്ച് അവൻ പെട്ടെന്ന് ബോധമില്ലാതായി പോകും. അതിനുശേഷം അവളും അവനെ മൊത്തത്തിൽ കെട്ടിയിട്ടിട്ട് ഇവൻ അടങ്ങി ഒതുങ്ങി ഇരിക്കുവാണ് ഇവനെ കൂടെ വിളിച്ചോണ്ടോന്ന് പറയുമ്പം അവൻ ഈ പ്രദേശത്ത് ഒറ്റയ്ക്കായ പിന്നെ ആരും വരത്തില്ലെന്ന് വിചാരിച്ച് ഇവളുടെ കൂടെ തന്നെ പോകാൻ തീരുമാനിക്കും. അങ്ങനെ അവള് രാജാവിനെ ഒരു പശുവിനെ പോലെ അവിടുന്ന് വിളിച്ചോണ്ടുപോയിക്കൊണ്ടിരിക്കും. അങ്ങനെ രാത്രി വരെ രാജാവ് കൊട്ടാരത്തിൽ എത്താത്തോണ്ട് കങ് മുക്ജു ആണ് രാജാവ് ഇതുവരെ എത്തിയില്ലെങ്കിൽ പ്രിൻസ് ജീസാനും എല്ലാം ചെയ്തോന്നറിഞ്ഞ് ഇവൾ ഇവിടെ ആലോചിച്ചോണ്ടിരിക്കും. അങ്ങനെ 7 വർഷം മുമ്പ് മൊക്ജുവിനെ ജയിലിൽ പിടിച്ച് അടച്ചിട്ടിരിക്കുമ്പോൾ ആ സമയത്ത് ഈ പ്രിൻസ് ജീസാനാണ് അവളെ ഒന്ന് രക്ഷിക്കാൻ വന്നു കാണുന്നത്. അങ്ങനെ ആ സമയത്ത് അയാൾക്കൊരു സഹായം വേണമെന്ന് പറയുമ്പം ഇവൾ എല്ലാ ആണുങ്ങളെ പോലെയും മരിക്കാൻ പോകുന്ന സമയത്ത് ഇവളെ കൈക്കലാക്കാനാണോ അവ നോക്കുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് അയാളും ഇവളുടെ കൂടെ സന്തോഷിച്ച് ജീവിക്കാനൊന്നുമല്ല, ഇവൾ ഒരേ ഒരു സഹായം ചെയ്താൽ മതി, ജീവിതകാലം ഫുള്ളും ഇയാൾക്ക് വിശ്വാസമായിട്ടിരിക്കണം, അങ്ങനെയാണ് ഇവൾ ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടി തരാന്ന് പറഞ്ഞാണ്. അങ്ങനെ പ്രിൻസ് ജീസാന് കുറെ വർഷമായിട്ട് എന്തോ ഒരു പകയുണ്ട്. അങ്ങനെ അതിനു വേണ്ടിയാണ് ഇവളെ യൂസ് ചെയ്യുന്നത്. അതൊക്കെ ആലോചിച്ച് നോക്കിയിട്ട് അവളും ഒരു പ്രിൻസ് കാരണമാണോ രാജാവ് ഇതുവരെ കൊട്ടാരത്തിൽ എത്താത്തതെന്ന് അവൾ ആലോചിച്ചോണ്ടിരിക്കും. അങ്ങനെ കൂട്ടത്തിൽ തന്നെ കിങ്ങിനെ കൊല്ലാനും കുറെ പേര് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതേ സമയം അവൻ അവളുടെ അടുത്ത് പെട്ടുപോയി കുടിക്കാൻ വെള്ളം ചോദിക്കുമ്പം അതേസമയം അവളും ദാഹിച്ചിരിക്കുമെന്ന് പറഞ്ഞ് ഇവനെ ചുമ്മാ അടങ്ങിയിരിക്കാനൊക്കെ പറയും. അപ്പൊ അവന് ഇവള് സംസാരിക്കുന്നതിൽ ഇഷ്ടപ്പെടാതെ ഇവൻ യഥാർത്ഥത്തിൽ ഈ രാജ്യത്തിന്റെ രാജാവെന്ന് പറഞ്ഞ് അവന്റെ ഡ്രസ്സ് നോക്കാൻ പറയുമ്പം ഇവളാണ് ആ തുണി കണ്ടിട്ട് ഇതൊക്കെ ഏത് കടയിലും കിട്ടുമെന്ന് പറഞ്ഞ് അവനെ മൊത്തത്തിൽ ആക്കിയിടും. പക്ഷെ ഇത് കേട്ട് അവനാണ് ദേഷ്യത്തിൽ ഒരു രാജാവിന്റെ ഡ്രസ്സ് വിൽക്കാൻ ഇവിടെ ആർക്കാ ധൈര്യം എന്ന് പറഞ്ഞ് അവൻ എന്തായാലും ദേഷ്യം വരുമ്പം ഇവളാണ് ഇവന് ഫുൾ പ്രാന്തായെന്ന് പറഞ്ഞ് അവൾ സൈലന്റ് ആയിട്ട് അവനെ വിളിച്ചോണ്ട് പോകാൻ നോക്കുമ്പം അവനൊരു സെക്കൻഡ് അവിടെ നിന്നിട്ട് ഇവളുടെ ഉദ്ദേശം എന്താണെന്ന് അവന് മനസ്സിലായെന്ന് പറയും. അങ്ങനെ അവന്റെ ടേസ്റ്റ് ഇവൾ അല്ലെങ്കിലും ഓരോ ഇവളെ കൂടെ കിടക്കാൻ അവൻ സമ്മതിക്കാന്ന് പറയുമ്പം ഇത് കേട്ട് അവൾക്കാണ് നല്ല ദേഷ്യം വന്ന് അവന് ഒറ്റ അടിയച്ചാൻ കൊടുക്കും. അങ്ങനെ തലയ്ക്ക് സുഖമില്ലെങ്കിലും നിനക്ക് എന്തുവാണെങ്കിലും പറയാമെന്ന് ഇവൾ അവനെ കുറെ തെറി വിളിക്കുമ്പം അവനാണ് ഒരു രാജാവിന്റെ തലയിൽ നീ അടിച്ചിട്ടിട്ട് നീ എന്തൊക്കെയാടി പറയുന്നത് എന്നിന് അവൻ അവിടെ നിന്ന് ചൂടായിക്കൊണ്ടിരിക്കും. പക്ഷെ അവൾ ഇവൻ പറയുന്നൊന്നും വിശ്വസിക്കാതെ അവനെ വിളിച്ചോണ്ട് അടുത്തുള്ളൊരു വീട്ടിലേക്ക് ചെല്ലുമ്പം ഇവൾ ആരെല്ലാം കൊണ്ടുവന്ന് ആദ്യം നോക്കും. പക്ഷെ അവിടെ അങ്ങ് ആരും കാണത്തില്ല. അപ്പോഴാണ് അവനും ഇത് സൽഗോജി ഫോറസ്റ്റ് എന്ന് പറഞ്ഞ് ഇതവൻ ഹണ്ടിങ് ചെയ്യുന്ന സ്ഥലമെന്ന് പറയും. അതുകൊണ്ട് ഇവിടെ ആരും താമസിക്കത്തില്ലെന്ന് ഇവളെ പറഞ്ഞ് മനസ്സിലാക്കുമ്പം ഇവളാണ് ആ ഫോറസ്റ്റിന്റെ പേര് കേട്ടിട്ട് ഇവൾക്കൊരു ഹിസ്റ്ററി ഓർമ്മ എന്ന് പറയും. അങ്ങനെ പണ്ട് ഹീഗോ എന്ന് പറഞ്ഞ രാജാവ് ഇവിടെ ജീവിച്ചായിരുന്നു പറഞ്ഞ് അവൻ ഒട്ടുമൊത്ത പെണ്ണുങ്ങളെല്ലാം അവന്റെ കൊട്ടാരത്തിലേക്ക് വിളിച്ചോണ്ടോന്ന് പറയും. അപ്പോഴാണ് ഇത് കേൾക്കുന്ന അവനും ഇനി അവനെ തന്നെയാണ് ഉദ്ദേശിച്ച് പറഞ്ഞതെന്ന് അവൻ തിരിച്ചു ചോദിക്കുമ്പം അവളാണ് ഇവനെ കുറിച്ചൊന്നുമില്ല, അതൊക്കെ പണ്ട് നടന്നൊരു കഥയാന്ന് പറഞ്ഞ് ഇവൾ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നറിയാതെ ഇവനെ കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ആ രാജാവ് വെറും ഒരു കിഴങ്ങനാന്ന് പറഞ്ഞ് അവൻ ആരെയും സമ്മാനിച്ച് ജീവിക്കാൻ സമ്മതിക്കാതെ അവന് ഹണ്ടിങ് ഒക്കെ ചെയ്യാൻ വേണ്ടി കുറെ ആൾക്കാർക്ക് താമസമൊക്കെ ഇല്ലാതാക്കുമെന്ന് പറയുമ്പം ഇത് കേട്ട് അവനും ഒരു രാജാവായി അങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് അതിലെന്തോ തെറ്റും ചെയ്യിക്കും. അങ്ങനെ അതിനുവേണ്ടിയൊക്കെ കിഴങ്ങാന്ന് വിളിക്കാവോന്ന് ഇവൻ എന്തായാലും ദേഷ്യം വരുമ്പം ഇത് കേട്ട് അവളാണ് ചിരിച്ചിട്ട് ഇവനെ കുറിച്ചൊന്നല്ലല്ലോ പറഞ്ഞ് ഇവൻ എന്തിനാ ദേഷ്യപ്പെടുന്നെന്ന് പറഞ്ഞ് അതുമല്ലാതെ അവൻ പെണ്ണുങ്ങളെയൊക്കെ അവന്റെ കൊട്ടാരത്തിലേക്ക് വിളിച്ചോണ്ടുപോയി അവനിങ്ങനെ സുഖിച്ചൊക്കെ ഇരിക്കുന്ന പിന്നെ എന്താ പറയണമെന്ന് ഇവള് ചോദിക്കുമ്പം ഇത് കേൾക്കുന്ന അവനും അങ്ങനൊന്നും പറയില്ല, ഒരു രാജാവിന്റെ ജോലി എന്ന് പറഞ്ഞ ഭാവിയിൽ എന്നെ പോലെ തന്നെ രാജാവാകാൻ കുറെ കുഞ്ഞുങ്ങൾ വേണം, അതിനുവേണ്ടി ചെയ്യുന്ന ഒരു ആചാരത്തെ ഇങ്ങനെ കുറച്ച് പറയില്ല എന്ന് ഇവനും പറയുമ്പം അവളത് ഒരാളാണെങ്കിൽ കുഴപ്പമില്ല, ഇത്രയും പേരായതുകൊണ്ട് പെൺകോന്താന്ന് വിളിക്കത്തുള്ളെന്ന് ഇവനോട് പറയുമ്പോ തന്നെ അവനാണ് ഒരു രാജാവിനെ നീ എങ്ങനെ വിളിക്കുന്നേന്ന് ഇവൾക്കൊരു പേടിയില്ലേന്ന് ചോദിക്കുമ്പം അവളാണ് പേടിച്ച് മൈ ഡിയർ രാജാവെന്ന് പറഞ്ഞ് അവനെ കെട്ടിയിട്ടിട്ട് ഇവളെല്ലാം തുണി മാറ്റോണ്ടെന്ന് നോക്കും. അങ്ങനെ അതിനെ ശിവരണ്ട്
രണ്ടുപേരും കൂടെ ചുമ്മാ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അകത്ത് ആ വീടിനകത്ത് എന്തോ ശബ്ദം കേൾക്കും. അങ്ങനെ അതുകൊണ്ട് അവളും ഇവിടെ ആരും ഉണ്ടെന്ന് പറഞ്ഞ് അവൾ ചെന്ന് നോക്കാൻ പോകുമ്പോഴാണ് ഒരു പെങ്കൊച്ചാണ് ഇവളെ നോക്കി ഇങ്ങനെ അടിക്കാൻ വേണ്ടി വരും. അങ്ങനെ ഇത് കണ്ട് ഇവളാണ് പേടിച്ചിട്ട് അവളൊന്നും ദുഷ്ടത്തിയല്ലെന്ന് പറഞ്ഞ് ഇവളെ കണ്ട് പേടിക്കണ്ടെന്ന് പറയുമ്പം മറ്റേ പെങ്കൊച്ചും ദുഷ്ടത്തിയല്ല, നീ ഒരു കള്ളിയാ, എന്റെ ഡ്രസ്സൊക്കെ നീ അടിച്ചു മാറ്റിക്കൊണ്ടുപോയില്ലേ, എന്നിട്ട് നീ ഇവിടെ നിന്ന് ദുഷ്ടത്തിയല്ലെന്ന് പറയുന്നു. എന്നിന് അവളും ചോദിക്കുമ്പോ തന്നെ ഇവിടെ ജിയോങ്ങാണെ ആരില്ലാത്തതുകൊണ്ട് അവൾ ഈ തുണി എടുത്തിട്ടേന്ന് പറയും. പക്ഷെ മറ്റവളാണെ അതൊന്നും കേൾക്കാതെ ഇവളെ ചൂലും കൊണ്ട് അടിച്ച് ഓട്ടിക്കാൻ നോക്കുമ്പം അവസാനം ജിയോങ് അവളെ തടഞ്ഞു നിർത്തിയിട്ട് ഇതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങാ, ഇവൾ ഇവിടെ നിന്ന് ആൾക്കാർ അന്വേഷണ ശേഷം ആരില്ലെന്ന് ഉറപ്പുവരുത്തിയിട്ട അവൾ ഈ തുണിയൊക്കെ എടുത്തിട്ടേന്ന് പറയും. ഇത് കേൾക്കുന്ന മറ്റേ കൊച്ചും ആരും ഇല്ലെങ്കിൽ നീ മറ്റുള്ളവർ തുണിയൊക്കെ എടുത്തിടുവോ, അത് കൊള്ളാല്ലേ, ഈ സൾഗോജി ഫോറസ്റ്റിലും നീ വന്ന് വീട് ആക്രമിക്കാൻ നോക്കുന്നു. എന്നിന് ഈ കൊച്ചു ചോദിക്കുമ്പോഴാണ് ഇത് കേൾക്കുന്ന ജിയോങ്ങും നീ എന്തോടി അവനെ പോലെ സൾഗോജി ഫോറസ്റ്റ് എന്നൊക്കെ പറയുന്നത്, നിങ്ങളൊക്കെ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്, ഇവിടെ ഫുള്ളും വട്ട് കേസാണല്ലേ, ശരി നീ പറ നിങ്ങൾ ഏത് സിനിമയ്ക്ക് ആക്ട് ചെയ്യുന്നത്. എന്നിന് ജിയോൻ ചോദിക്കുമ്പോൾ മറ്റേ കൊച്ചാണ് സിനിമയോ എന്തോ സാധനം, നിങ്ങൾ പറയുന്നത് കേട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്നിന് ആ കൊച്ചും പറയുമ്പം ഇവിടെ ജിയോങ്ങിന് കുറച്ച് പേടി വന്നിട്ട് ഇത് ഏതാ വർഷം ചോദിക്കും. അപ്പോഴാണ് മറ്റവളും ഇത് ജോസിയൻ ഡൈനസ്റ്റിയാന്ന് പറഞ്ഞ് അവൾ ആ കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കുമ്പം ഇവിടെ ജിയോങ് ആണ് ഷോക്കായിട്ട്, അതിനർത്ഥം ഞാൻ കാലം കടന്ന് ഇത്രയും ദൂരം സഞ്ചരിച്ചോ, ഇതൊക്കെ വെറും സ്വപ്നമായിരിക്കണം ദൈവമേ. എന്നിന് അവളിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുമ്പം മറ്റേ പെങ്കൊച്ചിന് വിശപ്പ് വന്നിട്ട് കള്ളി അല്ലെങ്കിൽ നമുക്കൊന്ന് ഫുഡ് കഴിച്ചാലോന്ന് പറഞ്ഞ് അവള് വിളിക്കും. അപ്പോഴാണ് ജിയോങ്ങും ഇത് സത്യത്തിൽ സ്വപ്നമാണോ ദൈവമേ എന്ന് പറഞ്ഞ് അവൾ ആലോചിച്ചോണ്ട് ഇവള് തന്നെ സ്പെഷ്യലായിട്ട് ഫുഡ് ഉണ്ടാക്കി തരാന്ന് പറയും. അങ്ങനെ അതിനുവേണ്ടിയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഇവിടെ ജിയോങ്ങും അവളുടെ സ്റ്റൈലി ആ സ്പെഷ്യൽ ഫുഡ് ഇങ്ങനെ ഉണ്ടാക്കി വെക്കുമ്പം ജിയോങ് അവനെ വിളിച്ച് വിശപ്പുണ്ടേ കഴിക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവനെ നോക്കിയിട്ട് അവനൊന്ന് വിശപ്പില്ലെന്ന് പറയുമ്പം ഇത് കേട്ട് അവളും ഇവനെ കണ്ട് സഹതാപം തോന്നുമെന്ന് പറയും. അതുകൊണ്ട് കുറച്ചെങ്കിലും ഒന്ന് കഴിക്കുന്ന പറഞ്ഞ് ഇവന്റെ അടുത്ത് കൊടുക്കുമ്പോഴാണ് അവനാണ് ഒരു രാജാവിനോട് സഹതാപം കാണിക്കുന്നതെന്ന് പറഞ്ഞ് അവന് മൈൻഡ് ചെയ്യാതൊക്കെ ഇരിക്കും. പക്ഷെ അവള് ഫോഴ്സ് ചെയ്ത് ഇവനെ കഴിപ്പിക്കാൻ നോക്കുമ്പം അവന് രാജാവിന്റെ ആചാരം അനുസരിച്ച് ആദ്യം ജോലിക്കാരിയെ പോയിസൺ ഉണ്ടോ ഇല്ല ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കും. അതുകൊണ്ട് ഇവളെ കഴിക്കാൻ പറയുമ്പം അവിടേക്ക് വരുന്ന മറ്റേ പെങ്കൊച്ച് ഗിൽഗുമാണ് ഇവനെ കണ്ട് ഷോക്കായൊക്കെ നിൽക്കും. അപ്പോഴാണ് ജിയോങ്ങും ഇവനൊന്ന് ഭക്ഷണക്കാരനല്ലെന്ന് പറഞ്ഞ് അവളെ അടുത്തേക്കൊന്ന് ഇരിക്കാൻ പറയും. അപ്പോഴാണ് അവനാണ് മറ്റേ പെങ്കൊച്ചിനെ കണ്ട് ഇവൾക്ക് ഇവിടെ താമസിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞ് അവ രാജാവായിട്ട് ചോദിക്കുമ്പം അവള് കുറച്ച് പേടിച്ചിട്ട് തിരിച്ചൊന്നും പറയാതിരിക്കും. അപ്പോഴാണ് ഇത് കാണുന്ന ജിയോങ് ആണ് രണ്ടുപേരും എന്തോ ഇത്ര സീരിയസ് ആയിട്ടൊക്കെ സംസാരിക്കാന്ന് പറഞ്ഞ് ആദ്യം അവളുടെ ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയും. അങ്ങനെ ആദ്യം അവള് കഴിച്ചെന്ന് ഉറപ്പുവരുത്തിയിട്ട് ഇവനെ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴാണ് ഇവനെ സംഭവം ഇഷ്ടപ്പെട്ടെങ്കിലും അവനെ കൊണ്ട് എരി സഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവൻ അവിടെ നിന്ന് ചുമച്ചോണ്ടിരിക്കുമ്പം ഇത് കാണുന്ന അവളാണ് ഇതിന് അത്രയ്ക്ക് വലിയ എരിയൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് മറ്റവൾക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുമ്പം അവൾക്ക് എരി സഹിക്കാൻ പറ്റത്തില്ല. ഇതേ സമയം അവനും ആഹാരത്തിനകത്ത് ഇവൾ എന്ത് ചേർത്ത് ഇവനെ കൊല്ലാൻ നോക്കാന്ന് പറഞ്ഞ് അവളെ ചോദ്യം ചെയ്യുമ്പം അവളാണ് ഇവന്റെ അടുത്ത് സംസാരിച്ചൊന്നും ജയിക്കാൻ പറ്റത്തില്ലെന്ന് ഇവർക്ക് ആർക്കും വേണ്ടി അവളെ തന്നെ കഴിച്ചു തീർക്കാമോ എന്നറിയും. അപ്പോഴാണ് ഗിൽഗും പെട്ടെന്ന് അവൾക്ക് എരിയുണ്ടെങ്കിലും ഇത് ഭയങ്കര ടേസ്റ്റാന്ന് പറഞ്ഞ് അവളുടെ ജീവിതത്തിൽ ഇങ്ങനൊരു ഫുഡ് കഴിച്ചിട്ടേ ഇല്ലെന്ന് പറയും. അതുകൊണ്ട് അവൾക്ക് ഇനിയും വേണമെന്ന് പറയുമ്പം ജിയോങ് സന്തോഷത്തി ഇപ്പൊ നിനക്ക് എന്റെ ഫുഡിന്റെ ടേസ്റ്റ് മനസ്സിലായെന്ന് പറഞ്ഞ് ഇവ രണ്ടുപേരും ഷെയർ ചെയ്ത് കഴിച്ചോണ്ടിരിക്കും. അതേസമയം ഇത് കാണുന്ന അവനാണ് കൊതി വരുത്തിയുള്ളു. പക്ഷെ എന്നാലും ഗമയൊക്കെ ഇട്ട് അവനും കഴിക്കാതെ നോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇത് കണ്ട് അവളും കുറച്ചെടുത്ത് അവനും കൊടുക്കുമ്പോഴാണ് അവൻ ആ ടേസ്റ്റ് സുഖിച്ചിട്ട് സ്പൂണ് തറ വയ്ക്കാതെ കുറച്ചും കൂടെ എനിക്ക് താ ഏതിന് അവൻ തന്നെ ചോദിച്ചു വാങ്ങിക്കും. പക്ഷെ അവസാനം ഇവിടെ ഫുഡാണ് തീർന്നു പോകും. അങ്ങനെ ആ സമയത്താണ് ഇവളിങ്ങനെ ഫുഡ് വാരി കൊടുക്കുമ്പോൾ അവന്റെ അമ്മ ഓർമ്മ വരും. അതുകൊണ്ട് അവൻ ഇമോഷണലായിട്ട് ഇവളെ കാണുമ്പോൾ എന്തിനാ അവന്റെ അമ്മ ഓർമ്മ വന്നേന്ന് പറഞ്ഞ് അവനിങ്ങനെ ആലോചിച്ച് വിഷമിച്ചിരിക്കും. ഇതേസമയം രാജാവിനെ അന്വേഷിച്ച് അവളെ ഈ സ്ഥലത്ത് ഫുൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ അവൻ ഉറങ്ങിയതിനു ശേഷം ജിയോങ് ആണ് അവൾക്കൊരു സ്ഥലം വരെ പോയി അവളുടെ ഹാൻഡ് ബാഗ് എടുക്കണം എന്നറിഞ്ഞ് മറ്റവളുടെ സഹായം ചെയ്യിക്കും. അങ്ങനെ അതുകൊണ്ട് തന്നെ അവളും ഇവിടെ ആകെ ഒരേ ഒരു മലയേ ഉള്ളു, അതുകൊണ്ട് അവിടെ തന്നെ വിളിച്ചോണ്ടാവെന്ന് പറഞ്ഞ് ഇവ രണ്ടുപേരും അവിടെ നിന്ന് പോകും. അങ്ങനെ പോകുന്ന വഴിക്ക് ഗിൽഗുമും ഇവിടത്തെ വെള്ളത്തിനകത്തൊക്കെ മുഖം വേണേ കഴിവിക്കുമെന്ന് പറഞ്ഞ് ജിയോങ്ങിനോട് പറയുമ്പം അവൾ സന്തോഷത്തി പറഞ്ഞ പോലെ ദേഹം ഫുൾ അഴുക്കായിരിക്കുമെന്ന് പറഞ്ഞ് ഇവരണ്ടേരും അവിടെ നിന്ന് ആ വെള്ളത്തിനകത്ത് കഴുകിക്കൊണ്ടിരിക്കും. അതേസമയം രാജാവിനെ അന്വേഷിച്ച് അവരെല്ലാരും കൂടെ അവിടേക്കൊന്ന് എത്തുമ്പോഴാണ് രാജാവിനെല്ലാം പറ്റിയോന്ന് അവരൊക്കെ ചോദിക്കും. അപ്പോഴാണ് അവനും ദേഷ്യത്തി എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു, ഇവിടെ ഒരുത്തി എന്നെ കൊല്ലാൻ വേണ്ടി വന്നിട്ടുണ്ട്, കൂടാതെ അനുവാദമില്ലാതെ ഇവിടെ ഒരു പെങ്കൊച്ചും താമസിക്കുന്നുണ്ട്, അതുകൊണ്ട് ഈ വീട് കത്തിച്ചിട്ട് എല്ലാരും ചെന്ന് അവരെ അന്വേഷിക്കും എന്നിന് ഇവനും ആ വീട് ഫുള്ളും കത്തിച്ചിട്ട് ഇപ്പൊ അവരെ അന്വേഷിച്ചു പോകും. അങ്ങനെ ഇതൊന്നറിയാതെ ഇവിടെ ഇവ രണ്ടുപേരും കൂടെ സമാധാനിച്ച് സംസാരിച്ചോണ്ടിരിക്കുമ്പം മറ്റേ പെങ്കൊച്ചാണ് അവൾക്ക് 18 വയസ്സായോളെന്ന് പറയും. കൂടാതെ കള്ളിന്നൊക്കെ വിളിച്ചിട്ട് ഇപ്പൊ സോറി പറയുമ്പം ജിയോങ് ആണ് അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ആരായാലും ഇങ്ങനെ തെറ്റിയിരിക്കത്തുള്ളെന്ന് പറയും. കൂടാതെ ഇവള് മാത്രം എന്തോ ഈ ഫോറസ്റ്റ് ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്നതെന്ന് ചോദിക്കുമ്പം മറ്റവളാണ് രാജാവ് ഈ പ്രായത്തിലിരിക്കുന്ന കുറെ പെണ്ണുങ്ങളെ കൊട്ടാരത്തിലേക്ക് വിളിച്ചോണ്ടോന്ന് പറഞ്ഞ് അവൾ അതോർത്ത് പേടിച്ച ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്നതെന്ന് പറയും. അപ്പോഴാണ് വീണ്ടും ജിയോങ് ഇതൊക്കെ പണ്ട് കാലത്ത് നടന്നില്ലെന്ന് പറഞ്ഞ് ഇവളെന്തിനെ ഇതൊക്കെ ഇപ്പൊ പറഞ്ഞ് ഇങ്ങനെ പേടിക്കുന്നതെന്ന് ചോദിക്കുമ്പം മറ്റവളാണ് ഏത് കാലത്താ ഈ ജോസിയൻ ഡൈനസ്റ്റിയിലൊക്കെ ഇതൊക്കെ നടക്കുന്നത് എന്നിന് ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവിടെ രാജാവിന്റെ ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. ഇവള് പെട്ടെന്ന് സഹായിക്കാൻ വേണ്ടി ആൾക്കാരെ വിളിക്കും. കാരണം അവൾക്ക് ഇപ്പോഴും വിശ്വാസമില്ല അവൾ എവിടെ വന്ന പെട്ട് കിടക്കുന്നതെന്ന്. അങ്ങനെ ഈ ഒരു സീനോടെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇതിനുശേഷം എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് അടുത്ത എപ്പിസോഡിൽ കാണാം.